ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുനാഥൻ്റെ അമ്മയായ മറിയത്തെപ്പറ്റി മലയാള ഭാഷയിലുണ്ടായ പ്രഥമ രചനയായ ഉമ്മാപർവത്തിൽ അഥവാ ദേവമാതൃ സംക്ഷേപ ചരിത്രത്തിൽ 477 ഈരടികളിലൂടെ അമ്മയുടെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള ചരിത്രമാണ് മലയാളത്തിൻ്റെ ദ്വിതീയ മഹാകവിയായ യോഹന്നസ് ഏണസ്തൂസ് ഫോൺ ഹാങ്സ്ലേഡൻ എന്ന അർണോസ് പാതിരി നമ്മോട് സംവദിക്കുന്നത്. യമക അലങ്കാരത്താൽ സമ്പന്നമായ ഈ കൃതി രചിച്ചിരിക്കുന്നത് കേക വൃത്തത്തിലാണ്. സകലജ്ഞായ നമഃ എന്നിങ്ങനെ ഭാരതീയ രീതിയനുസരിച്ച് എല്ലാം അറിയുന്നവനായ ഈശ്വരനെ നമസ്കരിച്ചുകൊണ്ടാണ് കവി തൻ്റെ കാവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വർണ്ണവശോഭായുധ സമസ്തേശ്വര മാതാ അർണവതാരനാഥ ദേവസൂമറിയമേ, നിന്നൂടെ വർണ്ണം ചൊൽവാൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിന്നുടൻ വശം വാക്കു പോരായെന്നതു നൂനം എന്നു തുടങ്ങുന്ന ആദ്യ 10 ഈരടികളിലൂടെ തൻ്റെ ഇഷ്ടമാതാവായ കന്യകാമറിയത്തോടുള്ള സ്തുതിപ്പുകളും അപേക്ഷകളും സമർപ്പിച്ചുകൊണ്ട് ആ അമ്മയുടെ ജനനം, ബാല്യം, പ്രാർത്ഥനാനിരതമായ ദേവാലയ ജീവിതം, വിവാഹ നിശ്ചയം, മംഗളവാർത്ത, യൗസേപ്പിതാവിനുണ്ടായ സംശയ നിവാരണം, എലിസബത്തിൻ്റെ സ്തോത്രം, മകൻ്റെ സ്വർഗാരോഹണ ശേഷം 14-ാം വർഷത്തിൽ ആ അമ്മ മരിക്കുന്നതും സ്വർഗാരൂപിതയാകുന്നതുമായ ചരിത്ര സംഭവങ്ങൾ ഏറെ മികവോടെയും സത്യസന്ധമായും അനുവാചകരിലേക്ക് പകർന്നു നൽകുകയാണ് പാതിരി ഈ കാവ്യത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ചേലൊത്ത ഒരു ജീവചരിത്രമാണ് ഈ കാവ്യം. മലയാള ഭാഷയിലെ പ്രഥമ ജീവചരിത്ര കാവ്യമായി പരിഗണിക്കപ്പെടേണ്ട ഈ കാവ്യത്തിൻ്റെ 319 മുതൽ 332 വരെയുള്ള ഈരടികളിലൂടെയാണ് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ശ്രീഹാന്മാരെ ശക്തിപ്പെടുത്തുന്ന സംഭവം വിശദീകരിക്കുന്നത്. ഇക്കാര്യങ്ങൾ കാവ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ദശാഹസുകൾ തികഞ്ഞിരുന്ന കാലത്തിങ്കൽ ദശാകർമുഖേ ബഹു വിസ്മയാന്വിത ഭാവാൽ ഉദാരവായുസ്വരം എന്ന പോൽ ധ്വനമുണ്ടായി ഉദാരജനവാസം നിറച്ചു സുവിസ്മയം. ജ്വലനത്തോടു ദേവ സ്നേഹാഗ്നി കൂട്ടുവാനായി ജ്വലനരൂപത്തിങ്കൽ ജിഹ്വകൾ കാണായി വന്നു. വരവർണിനി കന്യാ റുവാദ കുദശാടേ വരവത്യന്ത ഭക്തിയാ പാർത്തു കന്യകയുടെ ചേതസിംഹാസനത്തിൽ സർവേശൻ എഴുന്നള്ളി ചേതസിംഗലും ഗുണ സമ്പൂർണം വരുത്തിയാൻ സ്വവാസയോഗ്യമായ കന്യകാഹൃദയവും സ്വവാസമാക്കി തത്ര സുദേശ സൊടുവാണു
സൃഷ്ടിയായതുകൊണ്ടു സ്വമുഖം കാട്ടിയതു സൃഷ്ടിയാക്കുവാൻ സ്വസ്വം കന്യയിൽ കുടിയാർന്നു. സുവർണം തന്നിൽ മണി ശോഭിക്കുമെന്ന പോലെ സുവർണ കന്യകയിൽ ധർമാഭശോഭിച്ചേറ്റം. മറ്റുള്ള പൊന്നുലോക ശേഷത്തിലെന്ന പോലെ മറ്റുള്ള ധർമാനുഗ ഗണത്തിൽ പ്രകാശിച്ചു. അതായത് യേശുനാഥൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് 10-ാം ദിവസം രാവിലെ സജ്ജനങ്ങൾ വസിക്കുന്നിടത്ത് തിരുവത്താഴമുറിയിൽ ശ്രീഹാന്മാർ പ്രാർത്ഥനാനിരതരായി വസിക്കുമ്പോൾ നല്ല കാറ്റോടുകൂടിയ ശബ്ദമുണ്ടാവുകയും അതവരെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. അതേസമയം അവിടെ ദൈവസ്നേഹമാകുന്ന അഗ്നി ജ്വലിക്കുന്നതുപോലെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നു. ഉത്തമ സ്ത്രീരത്നമായ പരിശുദ്ധ മേരി മാതാവിൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ സർവേശ്വരനും എഴുന്നള്ളുന്നു. മനസ്സിൽ ഗുണസമ്പൂർണം വരുത്തുന്നത് നന്മയുടെ വാസത്തിന് യോഗ്യമായ കന്യകയുടെ ഹൃദയമായതിനാൽ സ്വന്തം വാസത്തിന് യോഗ്യമായ ഇടമായി ദൈവമാതാവിനെ തിരഞ്ഞെടുക്കുകയും ആ കന്യകയുടെ ഹൃദയത്തിൽ സ്വർഗീയ സമ്പത്തായി സൃഷ്ടിയുടെ രൂപം അവിടെ തേജസ്സോടെ വാഴുകയും ചെയ്തു. സ്വർണത്തിൽ രത്നം ശോഭിക്കുന്നതുപോലെ ഉത്തമയായ സ്ത്രീയിലാണ് ആന്തരിക നന്മയുടെ ശോഭ ഏറ്റവുമധികം അടങ്ങിയിരിക്കുന്നത്. മാത്രമോ ലോകങ്ങളുടെ കൂട്ടത്തിൽ മൂല്യമേറിയ സ്വർണം പോലെയാണ് ശ്രേഷ്ഠമായ ധർമ്മത്തെ അനുഗമിക്കുന്ന സമൂഹമോ സജ്ജനങ്ങളോ പ്രകാശിക്കുന്നത്. ബഹുമാന്യരെ, പരിശുദ്ധാത്മാവിൻ്റെ കടന്ന് വരവോടെയാണ് തിരുസഭയുടെ ആരംഭം കുറിക്കുന്നത് എന്നതിനാൽ പെന്തക്കോസ്താ തിരുനാൾ സഭയുടെ പിറന്നാളാണ് എന്നറിയുക. ഇക്കാര്യം ഏവരുടെയും ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ സർവ്വവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സർവാത്മനാ നേർന്നുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.